കയറി വന്നപ്പോഴത്തേക്ക് DFIയുടെ വണ്ടി കത്തുന്ന രംഗമാണ് കാണുന്നത്. തൊട്ടടുത്ത് ഞാൻ ഓടുന്ന ആംബുലൻസ് CP ആംബുലൻസ് ഇവിടെ കിടപ്പുണ്ടായിരുന്നു. എന്നെക്കൊണ്ട് ഒറ്റയ്ക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. ഞാൻ വിചാരിച്ച വല്ല സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണെന്ന്. പക്ഷേ അവനെ വിളിച്ചു വെച്ചപ്പോഴത്തേക്ക് സിലിണ്ടർ അങ്ങനെ ഫുള്ളല്ല, കാലിയാണെന്ന് പറഞ്ഞു. പിന്നെ വണ്ടി പെട്ടെന്ന് ബാക്കിയുള്ള വണ്ടികളൊക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് ചേട്ടന്മാരുടെ സഹായത്തോടെ തൊട്ടപ്പുറത്ത് ഓപ്പോസിറ്റ് തന്നെ എടുത്ത് പാർക്ക് ചെയ്തു. നെടുമങ്ങാട് ആക്രമണ പരമ്പരയിൽ DYFIയുടെ ഒരു ആംബുലൻസാണ് കത്തി നശിച്ചത്. അതിനോടൊപ്പം SDPയുടെ ആംബുലൻസിൻ്റെ ചില്ലുകൾ മറ്റൊക്കെ തകർപ്പെടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ DYFIയുടെ ആംബുലൻസ് കത്തുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്ത് മറ്റൊരു ആംബുലൻസ് ഉണ്ടായിരുന്നു. ആ ആംബുലൻസിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ആ ആംബുലൻസിൻ്റെ ഡ്രൈവർ മീഡിയയോടൊപ്പം ചേരുകയാണ്. എന്താണ് പേര്? സതീഷ് കണ്ടായിരുന്നു ഈ സംഭവം? കണ്ടായിരുന്നു. എന്താ സംഭവിച്ചത് ഇന്നലെ? സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 11:55 12 മണിയ സമയത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാൻ നമുക്ക് താഴെ റൂമിലോട്ട് പോയ സമയത്താണ് റൂമിൽ ചെന്നതും ഓണർ എന്നെ വിളിച്ച് പറഞ്ഞ് ഇതെനിക്ക് വണ്ടി കത്തുന്നുണ്ട്, പെട്ടെന്ന് കയറി വരാൻ പറഞ്ഞു. കയറി വന്നപ്പോഴത്തേക്ക് DFIയുടെ വണ്ടി കത്തുന്ന രംഗമാണ് കാണുന്നത്. തൊട്ടടുത്ത് ഞാൻ ഓടുന്ന ആംബുലൻസ് CP ആംബുലൻസ് ഇവിടെ കിടപ്പുണ്ടായിരുന്നു. എന്നെക്കൊണ്ട് ഒറ്റയ്ക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. ഞാൻ വിചാരിച്ച വല്ല സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണെന്ന്. പക്ഷേ അവനെ വിളിച്ചു വെച്ചപ്പോഴത്തേക്ക് സിലിണ്ടർ അങ്ങനെ ഫുള്ളല്ല, കാലിയാണെന്ന് പറഞ്ഞു. പിന്നെ വണ്ടി പെട്ടെന്ന് ബാക്കിയുള്ള വണ്ടികളൊക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് ചേട്ടന്മാരുടെ സഹായത്തോടെ തൊട്ടപ്പുറത്ത് ഓപ്പോസിറ്റ് തന്നെ എടുത്ത് പാർക്ക് ചെയ്തു. ആരാണ് ചെയ്തതെന്ന് അങ്ങനെ എന്തെങ്കിലും കണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ആരെങ്കിലും ഓടിപ്പോകുന്ന എന്തെങ്കിലും പെട്രോൾ അങ്ങനെ ഒഴിച്ച് ഓടിപ്പോകുന്ന അങ്ങനെ എന്തെങ്കിലും കണ്ടോ? ആരെങ്കിലും കണ്ടായില്ല? ഒന്നും കണ്ടിട്ടില്ല. ആരെങ്കിലും സംശയമൊക്കെ ഉണ്ടോ? ആരെയും അങ്ങനെ സംശയിക്കാനായിട്ട് സ്ഥിരമായിട്ട് ഈ ഭാഗത്ത് തന്നെയാണോ നിങ്ങൾ ആംബുലൻസ് ഇടുന്നത്? സ്ഥിരമായിട്ട് ഇവിടെ തന്നെ ഇടുന്നത്. അതറിയാന്നുള്ള ആൾക്കാർ തന്നെയാണ് തിരഞ്ഞുപിടിച്ച് വന്നത്. ഇപ്പം ആ വണ്ടിയെ തന്നെ തിരഞ്ഞെടുത്ത് വരണമെങ്കിൽ എന്തെങ്കിലും കാരണം കാണുമല്ലോ. കാരണം ഫുള്ള് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ഈ കാണുന്നതാണ് DYFIയുടെ ആംബുലൻസ്. അത് പൂർണ്ണമായിട്ടും കത്തി നശിക്കുന്ന ഒരു സ്ഥിതിയാണ്. ആരാണ് ഇത് ചെയ്തതെന്ന് കണ്ടില്ല. പക്ഷേ ഇത് കത്തുന്നത് കണ്ടപ്പോഴാണ് സതീഷ് ഉൾപ്പെടെയുള്ളവരോട് ഓടി വരികയും ഇത് തീകെടുത്താൻ വേണ്ട സംവിധാനമൊക്കെ ശ്രമിക്കുകയും ചെയ്തത്. സതീഷിൻ്റെ വാഹനം തൊട്ടപ്പുറത്തുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് സതീഷിൻ്റെ ആംബുലൻസ്. അതിൻ്റെ ഒരു ഭാഗത്തടക്കം ഇതേപോലെ തീ പിടിച്ച് കുറച്ചൊക്കെ നശിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ നിരവധി ആംബുലൻസും വാഹനങ്ങളും ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് പൂർണ്ണമായിട്ടും കത്തുകയും ഇതിൻ്റെ ഒരു വശം ഭാഗികമായിട്ട് കത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിലിപ്പോൾ സംഘർഷത്തിന് അല്പം അയവുണ്ട്. ഈ പറയുന്ന പോലെ ഇനി സംഘർഷം ഉണ്ടാവാതിരിക്കാൻ വേണ്ട നടപടികൾ കർശനമായിട്ട് സ്വീകരിക്കും. ഇതിൻ്റെ കുറ്റക്കാർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് അല്പസമയം മുമ്പ് മന്ത്രി GR അനിലും മീഡിയ വണ്ണോട് പ്രതികരിച്ചത്. നെടുമങ്ങാട് നിന്ന് ക്യാമറ പേഴ്സൺ രാജീവ് രാജേന്ദ്രനോടൊപ്പം RB സനു, മീഡിയ 1.